عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد بن عبد الله صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർത്തി പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈദിൻ്റെ സന്തോഷ പുലരിയിലാണ് നമ്മളുള്ളത്. പെരുന്നാൾ ദിവസത്തിൽ വിശ്വാസികൾ കരസ്ഥമാക്കേണ്ട ധാരാളക്കണക്കിന് സന്തോഷങ്ങളും സന്ദേശങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ഇമാം തുർമുദിയും ഇബ്നു മാജയും എല്ലാം അവരുടെ സുനനിൽ കൊണ്ടുവന്ന ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് മിനത് ലഹു ദുനിയ. ആരെങ്കിലും മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, തൻ്റെ വിരിപ്പിൽ നിന്ന് നിർഭയനായിക്കൊണ്ട് ആരാണോ നേരം പുലരുന്നത്, മുആഫൻ ഫീ ജസദിഹി, തൻ്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യമുള്ള അവസ്ഥയിൽ അനാരോഗ്യങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ ആരാണോ നേരം പുലരുന്നത്, ഇൻദഹു ഖൂതു യൗമിഹി, അന്നേ ദിവസം വൈകുന്നേരം വരെ കിടന്ന് കഴിച്ചു കൂട്ടാൻ മാത്രമുള്ള കൂത്ത്, സമ്പത്ത്, വിഭവം ആരുടെ കയ്യിലാണ് ഉള്ളത്, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, അവൻ ഈ ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകം മുഴുവൻ നേടിയതിന് സമാനമായ 3 അനുഗ്രഹങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവനെ പലതും നഷ്ടപ്പെട്ടതിനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത്. നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ, ലോകത്തിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇതിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പല ആളുകളും ഉള്ളത്. നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങൾ അവർ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ നിർഭയത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. കിടന്നുറങ്ങുന്ന, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും ബോംബിൻ്റെ ശബ്ദങ്ങൾ, മിസൈലിൻ്റെ വർഷങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് വരണമെന്ന ആഗ്രഹത്തിൽ സാധ്യമാകാത്ത രൂപത്തിൽ അവർ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥാവിശേഷം ആധുനിക വർത്തമാന സാഹചര്യത്തിലുണ്ട്. അവരുടെ നിർഭയത്വം പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. വിദേശത്ത് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന, നിർഭയത്വം നഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ, കുടുംബക്കാർ നമ്മുടെ നാടുകളിലുമുണ്ട്. അത്തരമൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. മുആഫൻ ഫീ ജസദിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് പറഞ്ഞ കാര്യം ആരോഗ്യമുള്ള, ശരീരത്തിന് പ്രയാസങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ്. ആയിരങ്ങൾ ഇന്ന് പ്രയാസപ്പെടുന്ന, നേരിടുന്ന പ്രശ്നമാണിത്. ശരീരത്തിന് പരിപൂർണമായ ആരോഗ്യമില്ലാത്ത അവസ്ഥാവിശേഷത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും പരിപൂർണമായും നോമ്പെടുക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട്. പ്രായം അതിനൊരു പ്രശ്നമല്ല. വളരെ ചെറിയ പ്രായമായിട്ട് പോലും വല്ലാത്ത അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന
കഷ്ടപ്പെടുന്നവർ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ ശിഫാ നൽകുമാറാകട്ടെ. വഇൻദഹു ഖൂതു യൗമിഹി, അന്നേ ദിവസം ജീവിക്കാനുള്ള വിഭവങ്ങൾ ഉള്ള ആളുകൾ എന്ന് പ്രവാചകൻ മൂന്നാമതായി പഠിപ്പിച്ചു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈദിന്റെ പുലരിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ മൂന്ന് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ ഈദിന്റെ സംഗമത്തിൽ നമ്മൾ വരുന്ന സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ പല ഓർമ്മപ്പെടുത്തലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെ നടത്തുകയാണ്. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാലും അതിനെയെല്ലാം മാറ്റിവെച്ച് ഒരു സന്തോഷത്തിന് സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. റമദാൻ മാസത്തിൽ നിർഭയത്വം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അത് നിലനിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പരിശുദ്ധമായ റമദാനിന് ശേഷം ഈദിന്റെ സന്തോഷ പുലരിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും എത്രത്തോളം സഹിക്കേണ്ടി വന്നാലും ആ പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് കടന്നു വരാനുണ്ട് എന്നുള്ള ഒരു സന്ദേശം സഹോദരന്മാരെ ഈ ഈദിന്റെ സാഹചര്യം നമുക്ക് നൽകേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനം എന്നുള്ളത് ലോകം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സമാധാനം എന്നത് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ സമാധാനത്തിന്റെ വാഹകരാകുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. നിർഭയത്വം നുകരാനും പകരാനും കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. നാടിന്റെ നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിന് ഒരിക്കലും നമ്മൾ കൂട്ടുനിന്നുകൂടാ. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏതെല്ലാം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടോ അതെല്ലാം സമൂഹത്തിന്റെ സാഹോദര്യം അരക്കെട്ടുറപ്പിക്കുവാൻ മാത്രമുള്ള അവസ്ഥയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് ഒരു ഇലക്ഷൻ കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ സമൂഹത്തിന്റെ സാഹോദര്യത്തെ, സമൂഹത്തിന്റെ ഐക്യത്തിന് പ്രാമുഖ്യം കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന, പോരടിപ്പിക്കുന്ന ആളുകൾ, പരസ്പരം കടിച്ചു കീറുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മൾ അവർക്ക് വകവെച്ചുകൂടാം, അവർക്ക് നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൂടാം. മറിച്ച് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഉള്ളതോടൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നതോടൊപ്പം തന്നെ വേർതിരിക്കുന്നതോടൊപ്പം തന്നെ അവരെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുവാൻ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പരസ്പരം സാഹോദര്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നവരാരാണോ അത്തരം ആളുകൾക്ക് മുൻഗണന കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, നിർഭയത്വം നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം. വിദേശത്ത് പ്രയാസപ്പെടുന്ന, നിർഭയത്വം നഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ പല സഹോദരങ്ങളുടെയും ജീവിതത്തിലേക്ക് എത്തുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ പ്രയാസം എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ കാഠിന്യം മനസ്സിലാകുന്നത്. എന്നാൽ വർഷങ്ങളായി ഫിലസ്തീനിൽ, ഗസയിൽ നമ്മുടെ സഹോദരങ്ങൾ ഈ നിർഭയത്വം നഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ആ കാര്യങ്ങൾ പലവരി ഓർമ്മപ്പെടുത്തുമ്പോഴും അതൊന്നും നമ്മുടെ വീട്ടിലേക്കല്ലല്ലോ, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നെത്തിച്ച് നൽകിയതാണ് നിർഭയത്വം എന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പറയപ്പെട്ട ആളുകളെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഏതൊരു സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഈ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അത് തന്നെ ആയിരിക്കേണ്ടതുണ്ട്. രണ്ടാമതായി സഹോദരന്മാരെ, ഏറ്റവും പരമപ്രധാനമായും ഈ നമുക്ക് പകർന്നു നൽകേണ്ടത് വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ്. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്, മടങ്ങി വരവ് എന്നാണ് ആ പേരിന്റെ അർത്ഥം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ട് എന്ന ഒരു ബോധ്യം നമ്മൾക്ക് പെരുന്നാൾ നൽകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ആ സന്ദർഭത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത് വിശ്വാസം തന്നെയാണ്. വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസം നമുക്ക് നോമ്പ് നൽകിയത്. നോമ്പിനെ കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ച ശേഷം അതിനോട് ചേർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാചകം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ ചേർത്ത് പറയുകയാണ്. എൻ്റെ അടിമ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രവാചക താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവർക്ക് അടുത്തിരിക്കുന്നവരാണ് എന്ന്. അടുത്തിരിക്കുന്നവനേക്കാൾ അടുപ്പിക്കുവാൻ നമുക്കൊരാൾ ആവശ്യമില്ല. അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട അവസ്ഥാവിശേഷങ്ങൾ ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാം. മറിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും
അന്യായം കലർന്നു പോകുവാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. നിർഭയത്വത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. ആ നിർഭയത്വം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വിശ്വാസം ഉണ്ടാകണം. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വാസത്തിലേക്ക് ദുൽമ് കടന്നുകൂടാൻ പാടില്ല. ഏതാണ് ആ ദുൽമ്? ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ പഠിപ്പിച്ച ദുൽമ്. സഹോദരന്മാരെ, വിശ്വാസത്തിൽ കലർന്നു പോകാതിരിക്കുവാൻ നമുക്ക് സദാ ശ്രദ്ധയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിർഭയത്വത്തിന് കോട്ടം വിഘ്നം സംഭവിക്കുന്ന ആളുകളുമായി നമ്മൾ വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യ ശക്തികളുടെ കടന്നുകയറ്റമാണ് സാധാരണക്കാർക്ക് മുകളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. യുദ്ധങ്ങളിൽ പ്രയാസപ്പെടുന്നത് എപ്പോഴും സാധാരണക്കാരൻ. ആ സാധാരണക്കാരുടെ കൂടെയാണ് നമ്മൾ എപ്പോഴും ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സാമ്രാജ്യ ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെ നമ്മൾ എപ്പോഴും അപലപിക്കുമ്പോഴും അവരെ മാറ്റി നിർത്തുമ്പോഴും ആ സന്ദർഭങ്ങളിൽ യുദ്ധത്തിന്റെ സാഹചര്യവും വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അഹ്ലുസുന്നയുടെ എക്കാലഘട്ടത്തിലെയും ശത്രുക്കളായ ഷിയാ വിശ്വാസികളോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരാണ്, അവർക്ക് മാനുഷികമായ പരിഗണന നമ്മൾ നൽകേണ്ടതാണ് എന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ കാഫിറാക്കുന്ന ഖുലഫാ റാഷിദുകളിൽ ആദ്യത്തെ 3 പേരും നരകത്തിലാണെന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്ന ഷിയാക്കളുമായി കൊണ്ട് നമുക്കൊരിക്കലും സന്ധി ചേരുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. അത്തരം ആളുകളെ മഹത്വവൽക്കരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ വിശ്വാസത്തെ തകർത്തു കളയുന്നതാണ് എന്നുള്ള ഓർമ്മ റമദാനിന്റെ അവസാനത്തിൽ ഈദിന്റെ പുലരിയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നാലാമതായി സഹോദരന്മാരെ, റമദാൻ കൊണ്ട് നേടിയെടുത്ത നന്മകൾ, വിശുദ്ധികൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാൻ നമുക്ക് പലതും പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് റമദാൻ പകർന്നു നൽകിയിട്ടുണ്ട്. ആ സന്ദേശങ്ങളെല്ലാം ജീവിതത്തിൽ ചേർത്ത് വെക്കുവാൻ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അന്യന്റെ മുതലും അനർഹമായതും ഒരിക്കലും നേടിയെടുക്കില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ അവർക്കർഹമല്ലാത്ത, അവർക്ക് ന്യായമല്ലാത്ത കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ തനിക്ക് അവകാശമില്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണത്താലാണ് കൊലപാതകങ്ങളും അതേപോലെ തന്നെ പിടിച്ചുവരികളും പ്രശ്നങ്ങളും എല്ലാം സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അന്യന്റെ മുതല്, എനിക്കർഹമല്ലാത്ത ഒരു മുതല് എൻ്റെ കൈക്കുമ്പിളിൽ വന്നാലും എൻ്റെ കൺമുമ്പിൽ വന്നാലും അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാൻ കഴിയുന്നിടത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. റമദാനിന്റെ അവസാനത്തിൽ കേരളത്തിൽ താനൂർ എന്ന് പറയുന്ന ഒരു തീരപ്രദേശത്തെ ഒരു പള്ളിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അവിടുത്തെ ഖത്തീബ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച സന്ദേശം വളരെ സന്തോഷവും വളരെ കൺകുളിർമ നൽകുന്ന വിഷയമായിരുന്നു. ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കപ്പെടുന്ന ഫിത്തർ സക്കാത്തിന്റെ വിഹിതം അനർഹരായ ആളുകൾക്ക് ലഭിക്കുവാൻ പാടില്ല എന്ന്, തങ്ങൾ അനർഹരാണെങ്കിൽ സ്വീകരിക്കുവാൻ പാടില്ല എന്ന സന്ദേശം കൃത്യമായി എത്തിക്കപ്പെട്ടപ്പോൾ തങ്ങൾക്ക് കിട്ടിയത് എനിക്കർഹതയുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാരണത്താൽ തിരിച്ചു കൊടുക്കുന്ന സാധാരണക്കാർ ആ നാട്ടിലുണ്ടായി എന്നും തങ്ങൾ വിതരണം ചെയ്ത അരികൾ പലതും തിരിച്ചു വന്നു എന്നും ഇത് എന്താണ് ചെയ്യണമെന്ന് അറിയാത്ത രൂപത്തിൽ അവർ വിഷമിച്ചു എന്നും പറയുമ്പോൾ അർഹമായത് നേടിയെടുക്കുവാൻ പാടില്ല എന്ന് സാധാരണക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാഹചര്യം ഈദിന്റെ അവസാന സന്ദർഭങ്ങളിൽ നമ്മുടെ നാടുകളിലുണ്ട്. സുഹൃത്തുക്കളെ, ഇത് എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. എനിക്കർഹമല്ലാത്തത് ഒരിക്കലും ഞാൻ നേടിയെടുക്കില്ല. എൻ്റെ അയൽവാസിയോടാകട്ടെ, എൻ്റെ കുടുംബക്കാരനോടാകട്ടെ, എൻ്റെ കൂട്ടുകാരനോടാകട്ടെ, ആരോടാകട്ടെ എനിക്കർഹതപ്പെട്ടത് മാത്രമേ ഞാൻ ഭക്ഷിക്കുകയുള്ളൂ. അതല്ലാത്തത് ഞാൻ ഭക്ഷിച്ചാൽ അതിൻ്റെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. പ്രവാചകനെ പഠിപ്പിച്ചല്ലേ, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ വിരക്തി കാണിക്കണം. അത് നീ ഒരിക്കലും കൊതിക്കുവാൻ പാടില്ല. അന്യന്റെ മുതൽ നീ ആഗ്രഹിക്കുവാൻ പാടില്ല. എങ്കിൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് ഈദിന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. അഞ്ചാമതായ സഹോദരന്മാരെ, നന്മകൾക്ക് തുടർച്ച വേണം. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 29 ദിനരാത്രങ്ങൾ കൊണ്ട് നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്.
ഒരുപാട് നന്മകൾ നമ്മൾ നേടിയെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ജമാഅത്തുകൾക്ക് നാം പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. തറാവീഹ് നമസ്കരിക്കുവാൻ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്വതഖകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇതെല്ലാം നേടിയെടുത്ത് നമ്മൾ ഇതിന് തുടർച്ച നമുക്കുണ്ടായിരിക്കണം. ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു സന്തോഷം അത് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ആ സന്തോഷം കിട്ടിയിട്ടുണ്ട്. എന്നാൽ വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിലാണ്. സുഹൃത്തുക്കളെ, ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ആ സന്തോഷം കരസ്ഥമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. നിനക്ക് യഖീൻ കടന്നു വരും വരെ, നിനക്ക് മരണം വന്നെത്തും വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. നീ ഒരിക്കലും റമദാൻ മാസത്തിൽ മാത്രം പ്രവർത്തിക്കേണ്ടവരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ ഇബാദത്തിന് നല്ല തുടർച്ച നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നന്മകൾക്കൊരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, നന്മകൾക്കൊരിക്കലും ഒരു കോമ പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെപ്പോഴും തുടർന്നു കൊണ്ടിരിക്കണം. പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ നോമ്പ് മാത്രമാണ് നമുക്ക് ഹറാമാക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർവഹിച്ച നമസ്കാരം അവിടെ ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർവഹിച്ച രാത്രി നമസ്കാരം അവിടെ ബാക്കിയുണ്ട്. ഇന്നലെ പെരുന്നാളിന്റെ പിറകണ്ട സമയത്ത് വിതർ നമസ്കരിച്ച ആളുകൾ, രാത്രി നമസ്കരിച്ച ആളുകൾ, നമ്മളിൽ എത്ര ആളുകൾ ഉണ്ടാകും? സുഹൃത്തുക്കളെ, റമദാനിൽ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ രാത്രി നമസ്കാരം ശീലമാക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. റമദാൻ മാസത്തിൽ നമ്മൾ ധാരാളം സ്വതഖകൾ നൽകിയിട്ടുണ്ട്. ആളുകൾ വന്നപ്പോൾ നമ്മൾ കൈമൈ മറന്ന് നൽകിയിട്ടുണ്ട്. അത് ഇനിയും തുടരാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. പെരുന്നാളിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിൽ സ്വതഖകൾ പ്രത്യേകം സ്വീകരിച്ചിരുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേകം നിർദ്ദേശം കൊടുക്കുകയും അവരിൽ നിന്നും പ്രത്യേകമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതഖ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഹദീസുകളിൽ കാണുവാൻ സാധ്യമാകും. പെരുന്നാൾ ദിവസം പണവുമായി വരണമെന്നും അത് നിങ്ങൾ നൽകണമെന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഈ ഈദിന്റെ മുസല്ലയിലും ആ സുന്നത്ത് ജീവിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഒരു മാസക്കാലം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഹറാമുകൾ കാണുന്നത് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഹറാമുകൾ കേൾക്കുന്നത് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഹറാമുകൾ പറയുന്നതും ഹറാമുകൾ ചെയ്യുന്നതും നമ്മൾ കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് നമ്മളെ ഇതേ ചെന്ന് പിടിച്ചു വെക്കേണ്ടതുണ്ട്. റമദാനിൽ ഏതൊരു റബ്ബിനെ പേടിച്ചാണോ നമ്മൾ ഹറാമുകൾ മാറ്റിവെച്ചത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിന് ശേഷവും നമ്മോടൊപ്പമുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും, അല്ലാഹു എന്നും നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലം യഅലം ബിഅന്നല്ലാഹ യറ, അവൻ നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റമദാനിൽ നേടിയെടുത്ത നന്മകളൊന്നും നഷ്ടപ്പെടുത്താതെ തുടർന്നു കൊണ്ടുപോകുവാൻ സുഹൃത്തുക്കളെ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. സഹോദരന്മാരെയും സ്ത്രീകളോട് പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാൻ മാസത്തിൽ നേടിയെടുത്ത നന്മകൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം നിങ്ങൾക്കും ഉണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാന്റെ മാസത്തിലാണ് ഒരിക്കൽ പഠിപ്പിച്ചത്, നരകത്തിൽ ധാരാളമായി കണ്ടത് സ്ത്രീകളാണ് എന്ന്. അവരുടെ നാവുകൾ കൊണ്ട് അവർ നരകം ചോദിച്ചു വാങ്ങുന്നുവെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഗീബത്തും നമീമത്തും, അന്യനെ കുറിച്ച് അനാവശ്യമായത് അന്യന്റെ ഭാവത്തിലും അഭാവത്തിലും നമ്മൾ പറയുന്നവരായി കൂടാ. കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുന്ന അവസ്ഥാവിശേഷം നമുക്കുണ്ടായിക്കൂടാ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥാവിശേഷം നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. നമുക്ക് വിവരമില്ലാത്തത്, നമുക്കറിവില്ലാത്തത്, നമുക്കുറപ്പില്ലാത്തത് അതിനെക്കുറിച്ച് മൗനം ദീക്ഷിക്കുവാൻ ഞാൻ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് എൻ്റെ മൗനം ഞാൻ ഭേദിച്ചു കളഞ്ഞാൽ എനിക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുമായി ചേർത്താണ് ആ കാര്യം പഠിപ്പിച്ചത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, നിങ്ങൾ നല്ലത് മാത്രം പറയണം, അല്ലേ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. അതാണ് വിശ്വാസമുള്ള, അല്ലാഹുവിനെ പേടിയുള്ള, പരലോകത്ത് വിശ്വാസമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാരെ, നിങ്ങൾ കുടുംബത്തിന്റെ വിളക്കാണ്. ആ വിളക്കണഞ്ഞാൽ കുടുംബം മുഴുവനും ഇരുട്ടിലായി പോകുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ദീന് പഠിച്ചാൽ ആ ദീന് കുടുംബത്തിൽ പകർന്നു നൽകാൻ സാധ്യമാകും. നിങ്ങൾ ദീന് പഠിച്ചില്ല എങ്കിൽ, നിങ്ങൾ ഇസ്ലാമികമായി ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവനും ഇരുട്ടിലായി പോകും എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആ കുടുംബത്തെ ഇരുട്ടിലാക്കാനും
കുടുംബത്തെ വെളിച്ചത്തിലാക്കുവാനും സാധ്യമാകുന്ന ആളുകൾ, കുടുംബത്തിന് നെടുന്തൂൺ അത് നിങ്ങളാണ് എന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ ജീവനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളോട് പ്രത്യേകമായി ഉണർത്താനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിന്റെ പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് വലിയ ശ്രദ്ധയുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും ഹറാമ് ചെയ്യുമ്പോൾ അതിനെ പിടിച്ചു വെക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. കുടുംബത്തിൽ പ്രായഭേദമന്യേ ആരൊക്കെ തിന്മ ചെയ്യുമ്പോഴും അതിനെ തടയുവാൻ കഴിയുന്നവർ നിങ്ങൾ മാത്രമാണ്. ഞാനെന്നും പറഞ്ഞാൽ കേൾക്കില്ല, അവരൊക്കെ വലുതായില്ലേ, ഓനോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ കീഴിലുള്ളവരാണ് എങ്കിൽ, നിങ്ങളുടെ മക്കളും പേരമക്കളുമാണെങ്കിൽ, നിങ്ങളുടെ അധീനതയിലുള്ളവരാണ് എങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിന്മകളെ തടയുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. യുവാക്കളോട്, യുവതികളോട്, സ്ത്രീകളോട്, പുരുഷന്മാരോട് പറയുവാനുള്ളത്, സമൂഹത്തിന് നട്ടല് നിങ്ങളാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളെ സമൂഹത്തിന്റെ അത്താണികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് ശക്തി പകർന്നവർ, പ്രവാചകന്റെ കാലഘട്ടത്തിലും പിൽക്കാലഘട്ടത്തിലും ഈ ദീനിന് ഏറ്റവും സഹായമായവർ എക്കാലഘട്ടത്തിലും യുവാക്കളായിരുന്നു. നിങ്ങൾ നേരെ നിന്നാൽ, നിങ്ങൾ ദീനെ മുറുകെ പിടിച്ചു നിന്നാൽ ഈ നാട്ടിൽ വലിയ വിപ്ലവം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അള്ളാഹു പഠിപ്പിച്ച ദീനിനെ കളഞ്ഞു കുളിച്ച് ദീനിന്റെ ഇസ്സത്തിനെ നഷ്ടപ്പെടുത്തുന്നവരായി നിങ്ങൾ ഒരിക്കലും മാറുവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ദീന് മാറ്റിപ്പിടിച്ചുകൊണ്ട് ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്നുവെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകപ്പെട്ട ഒരു സമൂഹമാണ്. വമഖ്ബതഗൈനാ ഗൈറൽ ഇസ്ലാമി, അതല്ലനല്ല ഈ പരിശുദ്ധമായ ദീന് വിട്ട് ട്രെൻഡുകൾക്ക് പിന്നാലെ, സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ, അതിലാണ് നിങ്ങളുടെ സമാധാനമെന്നും സന്തോഷമെന്നും നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അതല്ലനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിന്ദ്യനാക്കി കളയും. കുടുംബത്തിലും നാട്ടിലും ഏറ്റവും മോശക്കാരനാക്കി നിങ്ങളെ മാറ്റിക്കളയുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഈ രൂപത്തിൽ സഹോദരന്മാരെ, എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. പരിശുദ്ധമായ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സുന്നത്തുകൾ ചേർത്ത് പിടിക്കാനുള്ള ദിവസമാണ്. കുടുംബത്തെ സന്ദർശിക്കുവാൻ ഈ ദിവസം നമ്മൾ സമയം കണ്ടെത്തണം. കുടുംബത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഫോൺ വിളിച്ചെങ്കിലും അവരോട് സന്തോഷം പങ്കിടുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. പരസ്പരം സമ്മാനം കൊടുത്ത് പരസ്പരം ആശംസകൾ നേർന്നുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മിൽ നിന്നും നിന്നിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന മനസ്സിൽ തട്ടിപ്പറയുവാൻ നമ്മൾക്ക് കഴിയണം. റമദാൻ മാസത്തിൽ നേടിയെടുത്തത് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. രണ്ട് വഴികളിലൂടെയും നിങ്ങൾ പെരുന്നാൾ വരേണ്ടതും പോകേണ്ടതുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ വഴിയിലുള്ള കുടുംബ വീടുകളും സുഹൃത്ത് വലയങ്ങളും നമ്മൾ സന്ദർശിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലും ആളുകളുമായി കൊണ്ട് ബന്ധം ചേർക്കുവാൻ ഈ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുവാൻ നമ്മൾ കഴിയണം. വീടകങ്ങളിൽ, കുടുംബങ്ങളിൽ കൂടിച്ചേരലുകളും സന്തോഷങ്ങളും ഉണ്ടാകണം. ഒരിക്കലും ഒരു വരണ്ട പെരുന്നാളായി ഈ പെരുന്നാൾ മാറ്റരുത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് പോകും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, അതല്ല പെരുന്നാൾ. കുടുംബം ഒരുമിച്ച് ചേരണം, അവിടെ കളികൾ ഉണ്ടാകണം, അവിടെ പാട്ടുകൾ ഉണ്ടാകണം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, ആളുകൾ തമ്മിൽ നല്ല സന്തോഷങ്ങൾ പങ്കുവെക്കണം. അതേ സമയത്ത് ഹറാമുകളെ സൂക്ഷിക്കണം. സംഗീതം കടന്നു വരരുത്, അന്യ പെണ്ണും ആണും കൂടിക്കിടന്ന അവസ്ഥ ഉണ്ടാകരുത്, നാടുകളിൽ തെണ്ടിത്തിരിയുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകരുത്. ഈ നിലക്കെല്ലാം എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചുകൊണ്ട് സുന്നത്തുകളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. പാവങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ ദിവസത്തിലും സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയത് പാവങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന സന്ദേശം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പെരുന്നാൾ ദിവസവും ആരും പ്രയാസപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ട ഒരു ദിവസമാണിത്. നമ്മുടെ ചുറ്റുമുള്ള ധാരാളം ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥനകൾ അധികരിപ്പിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, നമസ്കാരം നിലനിർത്തുവാൻ, പള്ളിയിലേക്ക് ബാങ്കിന്റെ വിളി വന്നാൽ അതിന് ഉത്തരം കൊടുക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. നമസ്കാരം മാറ്റിവെക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. ഈ
നിലക്ക് എല്ലാ സുന്നത്തുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ ഇബാദത്തിൽ മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ഈ പെരുന്നാളിൽ തീരുമാനിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇതേ നിലക്ക് തന്നെ ഞാൻ പോകുമെന്ന് തീരുമാനിക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞങ്ങൾ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സ്വതക്കയും നമ്മുടെ സകാത്തും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. എല്ലാവരുടെ അസുഖങ്ങൾ നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ യൂസുഫ് മാഷ പോലെ, അലീഖയെ പോലെ പ്രായമുള്ള ആളുകൾ, മൂസക്കയെ പോലെ പ്രായമുള്ള ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലും ഒക്കെയുള്ള ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പേരെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. റമദാൻ മാസത്തിന്റെ ചൈതന്യം ജീവിതത്തിലുടനീളം മരിക്കും വരെ കൊണ്ടുപോകുവാൻ റഹ്മാനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളക്കണക്കിന് സഹോദരി സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് റഹ്മാനെ നീ രക്ഷയും സമാധാനവും നൽകണേ. വിദേശ രാജ്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റഹ്മാനെ നീ നിർഭയത്വം നൽകണേ. അവർക്ക് നീ സന്തോഷം നൽകണേ റബ്ബേ. ഫിലസ്തീനിലും ഗൾഫ് രാജ്യങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അള്ളാഹുവെ നീ രക്ഷ നൽകണേ. അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ അള്ളാഹു നിന്റെ ശക്തികളെ നീ ഇല്ലാതാക്കി കളയമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിൻ്റെ സാഹോദര്യവും സമാധാനവും നീ എപ്പോഴും നിലനിർത്തി നൽകണം റബ്ബേ. ആ രൂപത്തിൽ സാഹോദര്യവും സമാധാനവും ദീനും നിലനിർത്താൻ കഴിയുന്ന ആളുകളുടെ കയ്യിലേക്ക് നീ അധികാരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.